Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, everybody. Good evening, ma'am. Good evening. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, Miss. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. ഞാൻ പറയണ കേൾക്കണുണ്ടോ? കേൾക്കാം. Yes, ma'am. കേൾക്കുന്നുണ്ടോ ഞാൻ പറയണത്? Yes, ma'am. Yes, ma'am. Yes, ma'am. കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയണത്? Yes, ma'am. Yes, ma'am. കേൾക്കാം. Ma'am. നമ്മൾ പറയുന്നത് മാമിന് കേൾക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ എല്ലാവരും? അതെ, മാം. ഞാൻ എനിക്ക് ഇങ്ങോട്ട് കേൾക്കാൻ പറ്റണ്ടായില്ല, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാരും സുഖമായിട്ടിരിക്കണേ? Yes. Yes, ma'am. Ma'am. ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇത്രയും ദിവസം അല്ലെ, M2 ക്ലാസ് അന്ന് ഞാൻ ബുധനാഴ്ച എടുത്തതാണ്, കഴിഞ്ഞ ബുധനാഴ്ച അല്ലെ. അതിനുശേഷം ഇന്നാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് അല്ലെ. കണ്ടുമുട്ടുകയില്ല, കേട്ടുമുട്ടുകയാണല്ലേ നമ്മള്. ആരെയും കാണുന്നില്ല അല്ലെ, എല്ലാവരും സ്ക്രീനിന്റെ ബാക്കിലാണല്ലേ. Yes, ഒന്ന് ma'am. വീഡിയോസ് ഒക്കെ ഒന്ന് ഓൺ ചെയ്തേ, ഒന്ന് കാണട്ടെ എല്ലാവരെയും. ഭാവന, ഓക്കെ. സഫിയ, ഭാവന, സഫിയ, അൻസൽ, ശരണ്യ. അൻസലിന്റെ മുഖം കാണാൻ പറ്റണില്ല കേട്ടോ, ആ തലയുടെ ഭാഗം മാത്രമേ കാണുന്നുള്ളൂ, മുടിയുടെ ആ ഭാഗം മാത്രം. ദീപ്തി, ഇതൊക്കെ റെഡി ആയോ? ഭക്ഷണമൊക്കെ റെഡിയാക്കി എല്ലാവരും? Yes, ma'am. Yes, ma'am. ശരി. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങിയാലോ? Okay. തുടങ്ങാം ട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എവിടെ വരെ നിങ്ങൾക്ക് എടുത്തു തന്നത്? കഴിഞ്ഞ ക്ലാസ്സില് എനിക്ക് തോന്നുന്നു
നൗണിന്റെ ഭാഗങ്ങളൊക്കെ എടുത്തോ? പാർട്സ് ഓഫ് സ്പീച്ചിലെ കാര്യങ്ങൾ എടുത്തു തന്നു അല്ലേ? പ്രൊനൗൺസ് പറയുമായിരുന്നു മറ്റേ സബ്ജക്റ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺസ് എടുത്തോ? പ്രോണൗൺസ് വരെയാണ് എടുത്തിട്ടുണ്ട്. ഒബ്ജക്റ്റ്, മെറ്റീരിയൽ നൗൺസ് ഒക്കെ എടുത്താ? അബ്സ്ട്രാക്ട് നൗൺ, മെറ്റീരിയൽ നൗൺസ് ഒക്കെ എടുത്താ? പ്രോപ്പർ നൗൺ, കോമൺ നൗൺ ഒക്കെ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. കളക്റ്റീവ് നൗൺ ഒക്കെ പറഞ്ഞു തന്നോ? പറഞ്ഞു അല്ലേ? പറഞ്ഞു തന്നു അല്ലെ? അപ്പോ എങ്ങനെയാണ് ഒരു കളക്റ്റീവ് നൗൺ നമ്മള് ഡിക്റ്റേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ്? ഗ്രൂപ്പായിട്ട്, ഗ്രൂപ്പ് ഓഫ് നൗൺ. എ ഗ്രൂപ്പ് ഓഫ് നൗൺ അല്ലെ? ഒരു ഗ്രൂപ്പ് ഓഫ് നൗൺസ് ആണ് അല്ലെ? ആ ഗ്രൂപ്പ് ഓഫ് നൗൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സെയിം ഗ്രൂപ്പ് ഓഫ് നൗൺസ് എന്ന് പറയണം. സെയിം ആയിട്ടുള്ള ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന നൗൺസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കളക്റ്റീവ് നൗൺസ് എന്ന് പറയുന്നത്. ഇനി കുറച്ചു നേരം എന്നെ കാണില്ല കേട്ടോ നിങ്ങള്. ഞാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ഇനി എടുക്കാൻ പോകുന്ന സ്ലേറ്റ് എടുക്കുകയാണ് കേട്ടോ. സ്ലേറ്റ് കാണുന്നുണ്ടോ? കാണുന്നുണ്ടല്ലോ എല്ലാവരും? എഴുതാനുള്ളത് കാണുന്നില്ലേ? കാണുന്നില്ലെങ്കിൽ എന്നോട് പറയണം കേട്ടോ. അപ്പോ നമ്മൾ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്, കളക്റ്റീവ് അല്ലെ? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത് എന്താണ്? സെയിം ഗ്രൂപ്പ് ഓഫ് നൗൺസിനെയാണ് എന്നു പറയുന്നത്. ഗ്രൂപ്പ് ഓഫ് നൗൺസ് ആണ് ഈ നമ്മുടെ കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഉദാഹരണം എക്സാമ്പിൾ ആയിട്ട് നമ്മള് ഫാമിലി എന്ന് പറയും. നമ്മുടെ ഫാമിലി അതിന് എങ്ങനെയാണ്? ഒരു ഫാമിലി ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവിടെ എന്താണ്? അച്ഛൻ, പറയൂ. അച്ഛൻ അല്ലെ? അച്ഛൻ ഉണ്ടാവും, അമ്മ ഉണ്ടാവും, രണ്ട് കുട്ടികളൊക്കെ ഉണ്ടാവും അല്ലെ? ഒരു ന്യൂക്ലിയർ ഫാമിലി അല്ലെ? അതായത് മെമ്പേഴ്സ് അല്ലെ? ഇൻഡിവിജ്വൽസ് അല്ലെ? കുട്ടികൾ അല്ലെ? മെമ്പേഴ്സ് അല്ലെങ്കിൽ എന്താണ്? ഇത്രയും 4 മെമ്പേഴ്സ് അല്ലെങ്കിൽ എത്ര? 4 ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടുള്ളതാണ് ഇത് ഫാമിലി എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ഫാമിലി അപ്പൊ അത്രയും അല്ലെ? അല്ല എങ്കിൽ മറ്റൊരു ഉദാഹരണം എന്താണ്? ഒരു ടീം എന്ന് പറയുന്ന ആ ടീമില് ഡിഫറെന്റ് പ്ലെയേഴ്സ് ഉണ്ടാവും അല്ലെ? ഡിഫറെന്റ് പ്ലെയേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്, ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഒരു ടീം ഉണ്ടാകുന്നത് അല്ലെ? പല പല കളിക്കാരുണ്ടാവും, പല സ്ഥലത്തു നിന്നുള്ള പല കളിക്കാരെല്ലാം കൂടി ചേർന്നിട്ട്. അപ്പൊ അവര് കളിക്കുന്നത് ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കാം. ആ ഫുട്ബോൾ കളിക്കുന്ന അതേ പ്ലെയേഴ്സ് തന്നെയായിരിക്കും എന്തിലുണ്ടാവുന്നത്? ആ ടീമിലുണ്ടാവുന്നത്. അല്ലെങ്കിൽ ക്രിക്കറ്റ് ആയിരിക്കാം അവരുടേത്. അപ്പൊ ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കൂട്ടം പ്ലെയേഴ്സ് ആയിരിക്കും എന്തിലുണ്ടായിരിക്കുക? ആ ടീമിൽ. അങ്ങനെ സെയിം ഗ്രൂപ്പ് ഓഫ് നൗൺസിനെയാണ് എന്ന് പറയുന്നത് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? മനസ്സിലായോ? മനസ്സിലായല്ലോ? നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു അതേപോലെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നാണ് ഞാൻ വിചാരിക്കുള്ളൂ. മനസ്സിലായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലായെന്ന് തന്നെ പറയാ. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോ
ഈ ബോർഡ് വന്നേക്കണോണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നോട് റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ ഓക്കെ മാം. ഇനി സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇനി കളക്റ്റീവ് നൗൺ ഒക്കെ വരുന്നത് നമ്മുടെ ഏതിലാ കളക്റ്റീവ് നൗൺ വരുന്നത്? കൗണ്ടബിളിലാണ് കേട്ടോ കളക്റ്റീവ് നൗൺ വരുന്നത്. കൗണ്ടബിൾ നൗൺസിലാണ് ഈ പറയുന്ന എന്ത് വരുന്നത്, നമ്മുടെ ഈ കളക്റ്റീവ് നൗൺ വരുന്നത് കേട്ടോ. കളക്റ്റീവ് നൗൺസ് ഒക്കെ ഇതിലാണ് വരുന്നത് കേട്ടോ. എന്നാൽ അൺകൗണ്ടബിൾ നൗൺസിൽ വരുന്നത് എന്താണ്? അൺകൗണ്ടബിൾ നൗൺസിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ഞാൻ പഠിപ്പിച്ചത്? മെറ്റീരിയൽ നൗണും മെറ്റീരിയൽ അല്ലെങ്കിൽ അല്ലെ, അതന്നെ മെറ്റീരിയൽ ആൻഡ് മെറ്റീരിയൽ ഓർ കോൺക്രീറ്റും അബ്സ്ട്രാക്ട് നൗൺ അല്ലെ. അബ്സ്ട്രാക്ട് നൗൺ ആണ് പഠിപ്പിച്ചത്. ഈ മെറ്റീരിയൽ നൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്നോട് പറയണ നിങ്ങൾ പറയണ ഒരു പൂവിന്റെ ചിത്രം വരച്ച് അല്ലെങ്കിൽ ഒരു പൂമ്പാറ്റയുടെ ചിത്രം വരച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ എന്ത് വരക്കും? ഒരു പൂമ്പാറ്റയുടെ ചിത്രം വരക്കും. കാരണം എന്താണ്? ഞാൻ എന്തൊക്കെ കണ്ടിട്ടുണ്ട്? ഒരു പൂമ്പാറ്റയെ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെ തൊട്ടിട്ടുണ്ട്, അതിനെക്കുറിച്ച് എനിക്കറിയാം. അതെന്റെ ഒരു ഫിസിക്കൽ അല്ലെ, അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള അപ്പിയറൻസിനെ കുറിച്ച് എനിക്ക് മറ്റുള്ള അപ്പിയറൻസ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതിനെന്ത് ചെയ്യാൻ പറ്റുന്നു? എനിക്ക് വരയ്ക്കാനായിട്ട് പറ്റുമോ? നിങ്ങളെ കൊണ്ട് പറ്റുമോ? നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ റിയാലിറ്റി ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് അതിനെ വരക്കാൻ പറ്റിയത്? ഇല്ല അല്ലേ? അപ്പോ ഫിസിക്കൽ റിയാലിറ്റി അതിൽ വരുന്നത് കൊണ്ട് മാത്രമാണ് ഏത് നൗൺ നമുക്ക് ഒരു കോൺക്രീറ്റ് നൗൺ അല്ലെങ്കിൽ മെറ്റീരിയൽ നൗൺ എന്ന് നമുക്ക് വരയ്ക്കാനായിട്ട് സാധിച്ചത്. ഒരു ബട്ടർഫ്ലൈയുടെ പടം വരയ്ക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് വരക്കാൻ പറ്റിയത്. അപ്പോ അത് ഫിസിക്കൽ റിയാലിറ്റി അല്ലെ. ഫിസിക്കൽ റിയാലിറ്റി ഈസ് ജനറേറ്റിംഗ് ഇൻ ദിസ് കോൺക്രീറ്റ് നൗൺ ഓർ മെറ്റീരിയൽ നൗൺ അല്ലെ. അതായത് അതുപോലെ തന്നെ വി ക്യാൻ ടച്ച് അല്ലെ, വി ക്യാൻ ടച്ച്, വി ക്യാൻ ഹിയർ, വി ക്യാൻ സീ അല്ലെ. അവയെ കാണാനും കേൾക്കാനും തൊടാനൊക്കെ നമുക്ക് സാധിക്കും, എല്ലാത്തിനും അല്ലെ. ഈ ഫിസിക്കൽ റിയാലിറ്റി ഉള്ളത് കൊണ്ട് സാധിക്കും അല്ലെ. ഒരു ചെയർ വരക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യും? വേഗം ഓടിപ്പോയി എന്ത് ചെയ്യാം? നമുക്ക് ആ 4 കാലുള്ള ഒരു ചെയറിനെ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഞാൻ കണ്ട ചെയർ എന്ന് പറഞ്ഞ് എനിക്ക് വരക്കാനായിട്ട് സാധിക്കും അല്ലെ. അപ്പോ ഇതൊരു എന്താണ് ഫിസിക്കൽ റിയാലിറ്റി ഇതിനുണ്ട് അല്ലെ. ആ ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട്. എന്താണ് ഇത്? ടാഞ്ചബിൾ ആണ് അല്ലെ. ടാഞ്ചബിൾ എന്ന് വെച്ചാൽ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്, കാണാൻ സാധിച്ചിട്ടുണ്ട്, തൊടാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോ അതുകൊണ്ട് ഒരു ടാഞ്ചബിൾ ആയിട്ടുള്ള ഇതുകൊണ്ട് അങ്ങനെയുള്ള നൗൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? കോൺക്രീറ്റ് നൗൺ എന്ന് വിളിക്കുന്നത്. ഇത്രയും മനസ്സിലായോ? ഇനി അബ്സ്ട്രാക്ട് നൗൺ പറയാൻ പോയിട്ടോ. അബ്സ്ട്രാക്ട് നൗണിൽ വരുന്നത് ഇതിന്റെ നേരെ വിപരീതമാണ് ശരിക്കും. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ കോൺക്രീറ്റ് നൗണിനെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത് വരുന്നത്? അബ്സ്ട്രാക്ട് നൗൺ വന്നത്. അപ്പൊ എന്തായിക്കോളൂ? നോ ഫിസിക്കൽ റിയാലിറ്റി അല്ലേ. ഒരു ഫിസിക്കൽ റിയാലിറ്റി അതിനില്ല. പക്ഷേ എന്താണ്? ഒരു മെന്റലി ആയിട്ട് അല്ലെ, മെന്റലി വി ക്യാൻ ഫീൽ ഇറ്റ്, മെന്റലി വി ക്യാൻ ഫീൽ ഇറ്റ് അല്ലെ. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഫീൽ ചെയ്യാനായിട്ട് പറ്റും അല്ലെ. ആ ഫീലിങ്ങോടുകൂടി നമുക്ക് അതിനെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. പക്ഷേ ബട്ട് ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ആണ് കേട്ടാ. ഇൻടാഞ്ചിബിൾ ആണ്. അതായത് അതിനെ നമുക്ക് തൊടാനോ കാണാനോ കേൾക്കാനോ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് അത് ഇൻടാഞ്ചിബിൾ ആണെന്ന് പറയാം. നോ ഫിസിക്കൽ റിയാലിറ്റി ആണ് അല്ലെ.
നിങ്ങൾ തമ്മിലുള്ള രണ്ടാളുകൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അല്ലെ, ആ ഫ്രണ്ട്ഷിപ്പ് എടുത്ത് കൊണ്ടുവന്ന് എന്നോട് കാണിക്കാൻ പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് കാണിക്കാൻ പറ്റില്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ആ രണ്ട് വ്യക്തികൾക്കിടയില് ഈ ഫ്രണ്ട്ഷിപ്പ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആ ഫീലിംഗ് എനിക്കൊന്ന് ഉണ്ടാവുന്നുണ്ട്. ആ ഫീലിംഗ് എനിക്കുണ്ട്. പക്ഷെ അതിനെ അങ്ങനെ തന്നെ കൊണ്ടുവന്നൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ, തൊടാൻ പറ്റുമോ നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെ പോയി? ഫ്രണ്ട്ഷിപ്പിനെ പോയി നമുക്ക് തൊടാൻ പറ്റുമോ? ഇല്ല 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 മാം. ഇല്ല അല്ലെ. പിന്നെ നിങ്ങളുടെ മനസ്സിൽ ഹാപ്പി ഉണ്ട്, സന്തോഷമുണ്ട്. ആ സന്തോഷത്തിനെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ആരെങ്കിലും മുന്നിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ആ സന്തോഷം ഒന്ന് കാണട്ടെ അല്ലെ. നമ്മൾ എന്ത് ചെയ്യാം, ഇമോജീസ് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ സന്തോഷം ഇങ്ങനെ കാണിക്കാം അല്ലെ. പക്ഷെ അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒരു പിക്ചറൈസേഷൻ വെറുതെ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അല്ലെ. പക്ഷെ യഥാർത്ഥ ഹാപ്പി അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് അതിനെ നമുക്ക് ചിത്രങ്ങൾ ഇങ്ങനെ ഒരു പ്രതീകം പോലെ കാണിക്കാൻ നല്ലാതെ നമുക്ക് അതിന്റെ യഥാർത്ഥ അതിനെ ചെന്ന് തൊടാനോ നമുക്ക് തൊടാനോ കാണാനോ നമുക്ക് സാധിക്കില്ല. എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് തൊടാനോ കേൾക്കാനോ സാധിച്ചിട്ടുണ്ടോ നമുക്ക് സ്നേഹത്തെ? ഇല്ല അല്ലേ. പക്ഷെ നമ്മൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല, ആ ഫീലിംഗ് നമ്മളിൽ ഉണ്ടായിട്ടില്ലേ? ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് അല്ലെ, എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ആ ഫീലിംഗ്. അതാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അബ്സ്ട്രാക്ട് നൗണിന് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? നോ മാം. ആർക്കും സംശയമില്ല കേട്ടാ, സംശയമില്ല അല്ലെ. അപ്പോ നോ ഫിസിക്കൽ റിയാലിറ്റി നമ്മൾ പഠിക്കേണ്ട എന്നാണ്, ഇതിനൊരു ഫിസിക്കൽ റിയാലിറ്റി ഇല്ല. ഫിസിക്കൽ റിയാലിറ്റി ഇല്ല. വി കാൺ't ഹിയർ അല്ലെ, നമുക്ക് കാണാൻ പറ്റില്ല. വി കാൺ ഹിയർ. can't see, we can't touch അല്ലെ. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഇത്തരത്തിലുള്ള നൗണിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഹാപ്പി, എന്തിനു ഉദാഹരണം, എല്ലാ ഫീലിങ്സും ഓൾ ഫീൽ ആർ ദ എക്സാമ്പിൾ ഫോർ ദിസ് അബ്സ്ട്രാക്ട് നൗൺ. ഓക്കെ ആയോ? എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഒരു 5 മിനിറ്റ് 5 മിനിറ്റ് അല്ല, 2 മിനിറ്റ് എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ദിവസം പഠിച്ചതില് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടോ എന്ന് ചോദിക്കൂ. ഇത്രയും ഭാഗത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞുതരാം ഞാൻ. ഒന്നുകൂടി തീർത്തിട്ട് പോവാം. സംശയം ഒന്ന് തീർത്തിട്ട്, സംശയം നിൽക്കണ്ട, അത് തീർത്തിട്ട് തന്നെ നമ്മൾ അടുത്തതിലേക്ക് പോവാം. എന്നാലേ ക്ലാസ് മനസ്സിലാവുള്ളൂ. ഓക്കെ ആയെങ്കിൽ തുടരാം. ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോയേണേ. ഓക്കെ ഓക്കെ. അടുത്ത് നമ്മൾ ഏതിലെ രണ്ടാമത് വന്ന പ്രോനൗൺ ആണ്, അതായത് സർവനാമത്തെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. സർവനാമം. ആ സർവനാമം എന്ന് പറയുമ്പോ, സർവനാമം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ ഈ മതത്തിന്റെ ഇത് പറയണതല്ല, നമ്മൾ ഓരോരോ ദൈവങ്ങളെയൊക്കെ നമ്മള് പേരിട്ട് വിളിക്കുന്നു അല്ലെ, ഓരോരുത്തരെയും അല്ലെ. പക്ഷെ നമ്മൾ എല്ലാത്തിനെയും ഒരുമിച്ചൊരു പേര് പറയുന്നു അല്ലെ, സർവേശ്വരൻ എന്ന് പറയുന്നു അല്ലെ. ആരാ? അപ്പൊ നമ്മൾ എല്ലാത്തിനെയും നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഗോഡ് അല്ലെ. അതൊരു സർവനാമമാണ് അല്ലെ. എല്ലാവർക്കും എല്ലാ ഇതിനും വേണ്ടി പറയുന്ന ഗോഡ് എന്നത്. അതേപോലെ പ്രോനൗൺ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ അല്ലെ. എന്തിനാണ് പകരമാണ്? ഇറ്റ് ഈസ് എ നൗണിന് പകരം. പ്രോനൗൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ വേർഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ അല്ലെ. നൗണിന് പകരമായിട്ട്, ശ്രദ്ധിക്കുക, ഇതാണ് ഇവിടെ ശ്രദ്ധിക്കുക, നൗണിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്?
പ്രോനൗൺ. എന്താണ്? പ്രോനൗൺ ഉപയോഗിക്കുന്നത്. അപ്പോ എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ enters the classroom. Classroom. Teacher keeps her books on the table. Teacher asks the students to pray. അല്ലെ? അപ്പൊ ഞാൻ എത്ര പ്രാവശ്യം ടീച്ചർ എഴുതിയിട്ടുണ്ട് ഇവിടെ? എത്ര തവണ ഞാൻ ടീച്ചർ എഴുതി? 3 പ്രാവശ്യം ഞാൻ ഇവിടെ ടീച്ചർ times. എഴുതിയിട്ടുണ്ട് അല്ലെ? ആ ടീച്ചർ എഴുതിയപ്പോ ആ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കിയേ നിങ്ങള്. ഒരാള് വായിച്ചേ, ആരെങ്കിലും ഒരാളൊന്ന് വായിക്കൂ. മാം ഞാൻ വായിക്കട്ടെ. വായിച്ചോളൂ. Teacher enters the classroom. Teacher keep her books on the table. Teacher asks the students to pray. അപ്പോ നമ്മൾ എങ്ങനെ ആ ടീച്ചർ എന്ന് വീണ്ടും നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ? ടീച്ചർ എന്ന് നമ്മൾ ഓരോ സെന്റൻസിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലേ? അവിടെ എന്ത് സംഭവിക്കുന്നു? ഒരു റിപ്പീറ്റേഷൻ വരുന്നില്ലേ? ആ ടീച്ചർ എന്നുള്ളത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു അല്ലെ? ടീച്ചർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ആ ഒരു ടീച്ചർ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ we should avoid that repetition, so we should use that pronouns അല്ലെ? അപ്പോ ആ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള വിരസത ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്രോനൗൺ യൂസ് ചെയ്യണം അല്ലെ? ടീച്ചർ എന്ന് പറയുന്നത് പെണ്ണായതുകൊണ്ട് നമ്മൾ എന്തെന്ന് ചേർക്കുന്നു? അതിന് പകരമായിട്ടുള്ള പ്രോനൗൺ ഏതൊക്കെയാണ് ചേർക്കാൻ പറ്റുന്നത്? ഏതൊക്കെയാണ് പ്രോനൗൺസ് ഉള്ളത്? ഹി, ഷീ അല്ലെ? ഇറ്റ്, ദേ, വി, ഇതൊക്കെയാണ് പ്രോനൗണുകൾ അല്ലെ? യു ഒക്കെ ഉണ്ട് കേട്ടാ. യു, ഇതൊക്കെ എല്ലാം പ്രോനൗൺസ് ആണ് അല്ലെ? അപ്പോ ഇതിന് പകരമായിട്ട് ടീച്ചർ പെണ്ണായതുകൊണ്ട് നമ്മൾ ചേർക്കുന്ന പ്രോനൗൺ ഏതാണ്? ടീച്ചർ എന്ന് പറയുന്നത് പെണ്ണായതുകൊണ്ട് നമ്മൾ ചേർക്കുന്ന പ്രോനൗൺ ഏതാണ്? ഷീ. എന്താണ്? ഷീ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് വായിക്കാം? ടീച്ചർ enters the classroom. She keeps her books on the table and asks the students to pray. അല്ലെ? സെന്റൻസ് കംപ്ലീറ്റ് ആയില്ലേ? അവിടെ ഒരു റിപ്പീറ്റേഷൻ. മാം ഈ ടീച്ചർ ഗേൾ അപ്പം മെയിൽ ആണെങ്കിൽ എന്താ ടീച്ചർ എന്നുള്ളതിന് വേർഡ് യൂസ് ചെയ്യുന്നത്? അല്ല, നമുക്ക് ടീച്ചറിന് തന്നെ നമുക്ക് വിളിക്കണോന്നൊക്കെയാണ് എന്താണ് നമ്മുടെ ഇതില് നമ്മൾ സാർ എന്നാണ് വിളിക്കാറല്ലേ? ഞാനതാണ് കേട്ടോ പറഞ്ഞത് കേട്ടോ. ടീച്ചർ എന്താണ് എല്ലാ ഫീമെയിൽ ആയിട്ടുള്ള എല്ലാവരെയും ടീച്ചർ എന്ന് വിളിക്കണോ എന്നുള്ള, മെയിൽ ആയാലും ഫീമെയിൽ ആയാലും ടീച്ചർ എന്ന് വിളിക്കണോന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇതെങ്കിലും നമ്മൾ ഇപ്പോഴും എന്താ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? സർ എന്നാണ് വിളിക്കാറ് അല്ലെ? പക്ഷെ ഞാനിവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടീച്ചർ enters ക്ലാസ് റൂം മറ്റേ ഇത് നിയമം അനുസരിച്ച് ഹി ഓർ ഷീ ഉപയോഗിക്കാം കേട്ടോ. സാധാരണ നമ്മൾ പറയുന്ന അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സാധാരണ നമ്മൾ ടീച്ചറിനാണല്ലോ, ടീച്ചർമാരെ എന്താണ് നമ്മൾ മനസ്സിലാക്കും. ടീച്ചർ എന്ന് പറയുമ്പോ തന്നെ വരുന്നത് എന്താണ്? മാഷ് അല്ലെ? പെട്ടെന്ന് വരുന്നത് ആരെയാ? സ്ത്രീകള്. ടീച്ചർ എന്ന് പറയുമ്പോ ഒരു ഫീമെയിൽ ടീച്ചറാണ് അല്ലെ? വുമൺ ടീച്ചറിന് നിങ്ങൾക്ക് അല്ലെ ഓടി വരിക അല്ലെ? സാർമാരെ പെട്ടെന്ന് അങ്ങോട്ട് ഓടി വരില്ല അല്ലെ? അതനുസരിച്ചാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അതിന് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ഓക്കെ ആയോ?
Okay, ma'am. ഓക്കെ മാം. ഇത്രയും മനസ്സിലായി. ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് പ്രോനൗൺസ് ആണ്. ഇതൊക്കെ ടീച്ചർ എടുത്തന്നതാണോ ടൈപ്പ് ഓഫ് പ്രോനൗൺസ്? ഇല്ല മാം, എടുത്തില്ലായിരുന്നു. എടുത്തിട്ടില്ലായിരുന്നു അല്ലെ? ടൈപ്സ് ഓഫ് പ്രോനൗൺസില് പേഴ്സണൽ പ്രോനൗൺ ഫസ്റ്റത്തെ പ്രോനൗൺ 8 ടൈപ്പ് ഉണ്ട് കേട്ടോ. 8 ടൈപ്പ് പ്രോനൗൺസ് ആർ ഇൻ ഇംഗ്ലീഷ്. ഫസ്റ്റ് ഈസ് പേഴ്സണൽ പ്രോനൗൺ. Personal pronoun means that representatives represent only those which stands for the 3 persons. അല്ലെ? Personal pronouns, this stands for 3 persons. 3 persons ആണ് പേഴ്സണൽ പ്രോനൗണില് ഉള്ളത്. ഫസ്റ്റ് ഏതൊക്കെയാണ് അറിയോ? അതൊക്കെ പേഴ്സണൽ പ്രോനൗണില് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? പഠിച്ചിട്ടുണ്ട്. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഓർമ്മ വരും. ഫസ്റ്റ് പേഴ്സൺ ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് മാം. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് ഓർക്കണുണ്ടോ? സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ അല്ലെ? ഇങ്ങനെ 3 പേഴ്സൺസ് ആണ് എന്തിലുള്ളത്? നമ്മുടെ എന്ന് പറയുന്നത് ആരാണെന്നറിയോ? ഫസ്റ്റ് പേഴ്സൺ വരുന്നത് നമ്മൾ തന്നെയാണ്, ഞാൻ തന്നെയൊക്കെയാണ് അല്ലെ? ഞാൻ, ഐ, വി, മീ, മൈ, us, mine, our, ours. ഇതൊക്കെ എന്താണ്? ഫസ്റ്റ് പ്രോനൗൺ ആണ്. എന്തുകൊണ്ടാണ് ഐ എന്ന് പറയുന്നത്? ഇതൊക്കെ ഐ ഫസ്റ്റ് പ്രോനൗൺ ആയി അല്ലെ? എന്തുകൊണ്ടാണ് ഫസ്റ്റ് പ്രോനൗൺ ആയത് ഐ? അത് ആ പേഴ്സണെ കുറിച്ച് തന്നെ പറയുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് പേഴ്സൺ. അതായിക്കോട്ടെ. എന്നാലും ഫസ്റ്റ് പേഴ്സണില് ഞാൻ എന്ന് പറയുന്നത് ഒരാളാണ് അല്ലെ? അത് മാത്രമല്ല, ഈ ഞാൻ എന്ന് പറയുന്നത് എന്തോടു കൂടിയാ പറയണത്? ഒരു പൊസസീവ്നെസ് ഇല്ലേ ഐ എന്ന് പറയുമ്പോൾ? അല്ലെ? ഒരു ഞാനെന്ന ഭാവമുണ്ട് അല്ലെ എല്ലാത്തിലും. ഞാൻ പറഞ്ഞുതരാം. ഞാനെന്ന ഭാവം എല്ലാത്തിലും ഉണ്ട്. അപ്പോ ഐ ഫസ്റ്റ് പേഴ്സൺ ആയി തീരാൻ കാരണം ആ ഒരു ഭാവം കൊണ്ടാണ്. ഐ എന്തിലേക്ക് പ്രിഫർ ചെയ്തിരിക്കും? ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് പ്രിഫർ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന വി എന്തുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ ആയി? ഞങ്ങൾ എന്നുള്ളത് എന്തുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ ആയി? സെക്കൻഡ് പേഴ്സണോ തേർഡ് പേഴ്സണോ ആയിക്കൂടെ? ആകാമല്ലോ. സെക്കൻഡ് പേഴ്സണിലോട്ട് പോയിക്കൂടെ? ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഞങ്ങളിൽ ആരുണ്ട്? ഞാനുണ്ട് അല്ലേ? ഞാനില്ലാതെ എന്തില്ല? ഞങ്ങൾ എന്ന് പറയുന്നതില്ല. മനസ്സിലായോ? ഈ ഐ എന്നാൽ വിയിൽ ആരുണ്ട്? ഐയുണ്ട് അല്ലെ? ഈ അവർ എന്തുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ ആയി? ഞങ്ങളുടെ എന്ന് പറഞ്ഞപ്പോഴും അവിടെയും ആരുണ്ട്? ഈ പറഞ്ഞ ഈ ഐ അതിനകത്തുണ്ട് അല്ലെ? അസ്സെന്ന്. ഞങ്ങളുടേത് എന്താണ് മോനെ? പറഞ്ഞോളൂ. പറയാനുണ്ടോ എന്തെങ്കിലും? അസ് എന്ന് പറയുമ്പോഴും ഞങ്ങളുടേത് എന്ന് പറയുമ്പോഴും അവിടെ ആര് തന്നെയാണ്? ഐ ആണ് നിൽക്കുന്നത്. അവേഴ്സ് എന്ന് പറയുമ്പോഴും അവിടെയും ആരുണ്ട്? അതിനുള്ളിൽ ആരുണ്ട്? അയ്യുണ്ട് അല്ലെ? മൈൻ എന്റേത് എന്ന് പറയുമ്പോൾ അവിടെ അയ്യുണ്ട്. മൈ എന്ന് പറയുമ്പോഴും അയ്യുണ്ട്. മീ എന്ന് പറയുമ്പോഴും അയ്യുണ്ട്. മനസ്സിലായോ? മനസ്സിലായി. ഇനി സെക്കൻഡ് പേഴ്സൺ ആരാണ്? സെക്കൻഡ്
ആരാണ് അവിടെ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കുന്നത്? മ്യൂട്ട് ചെയ്യട്ടോ. ഇനി സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്ന ആരാണ്? ഇപ്പോ ഏതാണ്? ഞങ്ങളും നിങ്ങളും വന്നു അല്ലെ? ഞങ്ങൾ വന്നു. ഞങ്ങളും. ഇനി അടുത്തതാരാ? നിങ്ങളാണ് അല്ലെ? യു, യുവർ, യുവേഴ്സ് അല്ലെ? ഇതൊക്കെയാണ് എന്ത് വരുന്നത്? സെക്കൻഡ് പേഴ്സൺ ആയിട്ട് വരുന്നത്. യു, യുവർ, യുവേഴ്സ് ആണ് സെക്കൻഡ് പേഴ്സൺ. തേർഡ് പേഴ്സൺ ആണ് എന്താണ്? അവർ അല്ലെ? അവര്. ഞങ്ങളും നിങ്ങളും അവരും അല്ലെ? അപ്പൊ അവര് ആരൊക്കെയാണ്? ഹി, ഷീ, ഹിസ്, ഹെർ, ഇറ്റ്, ഇറ്റ്സ്, ദേ അല്ലെ? ഇതൊക്കെ എന്തിനു വരുന്നതാണ്? എന്താണ്? തേർഡ് പേഴ്സൺ ആണ് കേട്ടോ. ഇതെല്ലാം തേർഡ് പേഴ്സൺ ആണ്. മനസ്സിലായോ? ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തതിലേക്ക് പോയിട്ടോ ഞാൻ. ഇനി പൊസസീവ് പ്രോനൗൺസ് അല്ലെ? അടുത്തത് രണ്ടാമത്തതാണ്. അതിലെ രണ്ടാമത്തെ കാറ്റഗറിയാണ് പൊസസീവ് പ്രോനൗൺ. ഈ പൊസസീവ് പ്രോനൗൺ എന്ന് പറയുന്നത് എന്തിനെയാണ്? ദാറ്റ് ഷോസ് ദ ഓണർഷിപ്പ്. ഓണർഷിപ്പിനെയാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു നേരത്തെ എന്താണ് ഐ എന്ന് പറയുന്നത് ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു ഭാവമാണ്. ഞാനാണ് അല്ലെ? ആ ഞാനൊരു എന്താണ്? ഒരു പൊസസീവ്നെസ്, ഒരു എന്താണ്? എല്ലാം അല്ലെ? ഒതുക്കിയുള്ളൊരു എല്ലാം എന്നിലാണെന്നുള്ള ഒരു ഭാവത്തോടു കൂടിയാണ് മനുഷ്യൻ നടക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഐ ഫസ്റ്റ് പേഴ്സൺ ആയത്. ഇവിടെ പൊസസീവ് പ്രോനൗണില് that ownership be again, that is mine, എന്റേത് എന്ന് പറയുമ്പോഴും നിങ്ങളുടേത് എന്ന് പറയുമ്പോഴും അവന്റേത്, അവളുടേത് അല്ലെ? അതിൻ്റേത്, ദയസ് അല്ലെ? അവരുടേത്, ഓസ് ഞങ്ങളുടേത് എന്നൊക്കെ പറയുന്നത് എന്തിന്റെ സൂചനയാണ്? ഈ ഓണർഷിപ്പിന്റെ സൂചനയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. അത് കുറച്ചുകൂടി ഒന്ന് ഇത്തിരി കൂടി പ്രയാസമുള്ളത്, പ്രയാസം എന്നല്ല, ഒന്ന് മനസ്സിലാക്കിയാൽ മതി. റിഫ്ലെക്സീവ് പ്രോനൗൺ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോനൗൺ. റിഫ്ലെക്സീവ് അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോനൗൺ. എന്താണ് റിഫ്ലെക്സ്? പഠിച്ചിട്ടുണ്ടോ റിഫ്ലെക്സിനെ കുറിച്ച്? എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ റിഫ്ലെക്സ്? പ്രതിഫലനമാണ്. അല്ല അല്ല അല്ല, പ്രതിഫലനം എന്നാണോ പറഞ്ഞത്? അതെ മാം. അത് റിഫ്ലക്ട് ചെയ്യുക. അത് എന്റെ സ്പെല്ലിംഗ് ഇതാണ്, റിഫ്ലക്ട്. അതല്ല ഞാൻ ചോദിച്ചത്, എന്താണ് റിഫ്ലെക്സ് എന്ന് പഠിച്ചിട്ടുണ്ട് നിങ്ങൾ? 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടെന്ന് ഓർത്തു നോക്കി. 10ാം ക്ലാസ്സിലെ ബയോളജി ടെസ്റ്റ് ഒന്ന് തുറക്ക്. പഠിച്ച ടെസ്റ്റ് ഒന്ന് തുറന്നു നോക്കിയേ. അവിടെ റിഫ്ലെക്സ് ആക്ഷൻ ഒക്കെ പഠിച്ചത് ഓർക്കണ്ടോ നിങ്ങള്? ആരെങ്കിലും ഓർക്കണ്ടോ റിഫ്ലെക്സ് ആക്ഷൻ ഒക്കെ? ന്യൂറോണിന്റെ ആക്ഷൻ ഒക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഒരു കുട്ടി മെഴുകുതിരിയില് എന്ത് ചെയ്യുന്നു? കൈവെക്കുന്നു അല്ലെ? കൈവെക്കുമ്പോൾ അല്ലെങ്കിൽ മെഴുകുതിരിയിൽ കൊണ്ടിട്ട് നമ്മുടെ കൈ എന്ത് പറ്റും? പൊള്ളും അല്ലെ? പൊള്ളുന്ന നിമിഷം തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇന്ന് കൈ പുറകിലോട്ട് വലിക്കുന്നു. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആ ഞരമ്പിൽ അല്ലെ, ആ നാഡിയിൽ നിന്നും, അതുമായി ബന്ധപ്പെട്ട നാഡി ഉണ്ടാവും അല്ലെ, ആ നാഡിയിൽ നിന്നും എന്താണ്
ആ പ്രേരകമായിട്ടുള്ള ആ നാഡിയിൽ നിന്നും സമ്മിശ്ര നാഡികളിലൂടെ കടന്ന് സംവേദ നാഡികൾ വഴിയായിട്ട് എവിടെ ഇതിന്റെ ഇതെത്തുന്നു? ബ്രെയിനിലേക്ക് അതിന്റെ സന്ദേശം എത്തും. അത് എടുക്കുന്നത് വിത്തിൻ മിനിറ്റ്സ് ആണ് കേട്ടോ. വിത്തിൻ മിനിറ്റ്സ്, വിത്തിൻ സെക്കൻഡ്സ് അല്ലെ. എന്നാണ് ആ സെക്കൻഡുകൾക്കുള്ളില് എന്തറിയുന്നു? എന്റെ കൈ പൊള്ളി എന്നുള്ളത് ഏത് നാഡികൾ വഴി? പ്രേരക നാഡികൾ വഴി സമ്മിശ്ര നാഡികളിലൂടെ കടന്ന് സംവേദ നാഡികളിലൂടെ ചെന്ന് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് ബ്രെയിനിന്റെ ഭാഗത്ത് എത്തുമ്പോഴാണ് എന്റെ കൈ പൊള്ളിയല്ലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പെട്ടെന്ന് വലിക്കും അല്ലെ. അതായത് ആ സന്ദേശം എന്ത് ചെയ്യുന്നു? തിരിച്ച് സംവേദ നാഡികൾ വഴി സമ്മിശ്ര നാഡികൾ വഴി പ്രേരക നാഡികളിലൂടെ കടന്ന് എത്തുമ്പോഴാണ് നമ്മൾ ആ കൈ പുറകിലേക്ക് വലിക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്നുള്ള ഒരു ആക്ഷൻ നടക്കുന്നത്. അതാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന റിഫ്ലക്സീവ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഈ റിഫ്ലക്സീവ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് റിഫ്ലക്സീവ് എന്ന് പേര് വന്നതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പറയാം കേട്ടോ. ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് അല്ലെ. സബ്ജക്റ്റിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കുള്ളൂ? ടേൺസ് ബാക്ക് അല്ലെ. അത് തിരിച്ചു വരുന്നു എന്നാണ് അല്ലെ. ടേൺസ് ബാക്ക് ടു ഓർ റിഫ്ലെക്ട്സ് അപ്പോൺ. അതെന്ത് ചെയ്യുന്നു? ഒന്നില്ലെങ്കിൽ അത് റിഫ്ലെക്ട്സ് അപ്പോൺ ദ സെയിം സബ്ജക്റ്റ് അല്ലെ, അല്ലെങ്കിൽ ആ സെയിം സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യിക്കുകയോ ചെയ്യുന്നു. അതാണ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. മനസ്സിലായോ എന്തെങ്കിലും? എന്തുകൊണ്ടാണ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് വിളിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അല്ലെ. അപ്പോ എന്താണ് ഇതിന്റെ അർത്ഥമാക്കുന്ന വെച്ചാല് ആക്ഷൻ ഓഫ് ദ സബ്ജക്റ്റ് ടേൺസ് ബാക്ക് ടു അല്ലെ. ഒരു സബ്ജക്റ്റിന്റെ ആക്ഷൻ എന്ന് പറയുന്നത് ആ ആക്ഷൻ എന്ത് ചെയ്യുന്നു? തിരിച്ചു വരുന്നു. ഇവിടെ ഒരു ആക്ഷൻ നടക്കുന്നുണ്ട്, ആ ആക്ഷൻ എന്ത് ചെയ്യുന്നു? തിരിച്ച് ടേൺസ് ബാക്ക് ടു ചെയ്യുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇതെന്ത് ചെയ്യുന്നു? ആ സെയിം സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്ത് കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനെയാണ് റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. എന്നാൽ എംഫാറ്റിക് പ്രോനൗൺ എന്ന് വെച്ചാൽ എന്താണ്? എംഫാറ്റിക് ഓർത്തതുണ്ട്? എംഫാറ്റിക് എല്ലാവരും ഇല്ലേ? ഇവിടെ തന്നെ ഉണ്ടോ എല്ലാവരും? മനസ്സിലായോ? റിഫ്ലക്സീവ് പ്രോനൗൺ എന്ന് പറഞ്ഞത് മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. ഇനി ആർക്കെങ്കിലും പറഞ്ഞു തരണോ? ഒന്നുകൂടി പറയണോ? വേണ്ട. ഇനി എംഫാറ്റിക് പ്രോനൗൺ എന്ന് വിളിക്കാൻ കാരണം ആരെങ്കിലും വിളിച്ചോ എന്നാ? അതിനൊരു ഇംഗ്ലീഷിലുള്ള ഒരു എക്സാമ്പിൾ ഒന്ന് പറയൂ. പറയട്ടെ കേട്ടോ. എംഫാറ്റിക് പ്രോനൗൺ എന്ന് വെച്ചാൽ കൂടുതൽ ആ സബ്ജക്റ്റിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പറയുന്നതാണ് എംഫാറ്റിക് പ്രോനൗൺ. ഉദാഹരണം, I did it. ഞാൻ അത് ചെയ്തു. ഞാൻ ചെയ്തു അല്ലേ? ഞാൻ അത് ചെയ്തു അല്ലേ? അപ്പോ അതിലേക്ക് നിങ്ങള് നല്ല റൂമൊക്കെ നല്ല വൃത്തിയാക്കി നല്ല ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി വെച്ചപ്പോ നിങ്ങൾ എന്താണ് വേറൊരുത്തി വന്നിട്ട് നിങ്ങളോട് ചോദിക്കണം, ആരോ ഒരാൾ ചോദിക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഞാനാണ് ചെയ്തതെന്ന് പറയാൻ പോകുമ്പോൾ നിങ്ങൾ എന്ത് പറയും? അവളാണ് ചെയ്തതെന്ന് പറയും അല്ലെ. അവളാണ് ചെയ്തതെന്ന് പറയുന്നതിലേക്ക് മുമ്പ് ഇത് നമ്മൾ എന്ത് പറയും? ഐ ഡിഡ് ഇറ്റ്. ഇത് ഞാൻ തന്നെയാണ് ചെയ്തതെന്ന് പറയണ്ടേ? ഇല്ലേ? ഇത് ഞാൻ തന്നെയാണ് ചെയ്തതെന്നുള്ളത് പറയാം അല്ലെ. അപ്പോ ഈ ഐ എന്നത് വരുമ്പോ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടത് മൈസെൽഫ് എന്നാണ്. മൈസെൽഫ് ആണ് ഉപയോഗം. അപ്പൊ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത്? ഐ അല്ലേ വന്നിരിക്കുന്നത്. ഈ ഐ എന്ന സബ്ജക്റ്റിനെ റിഫ്ലക്ട് ചെയ്യാനാണ് മൈസെൽഫ് ഉപയോഗിക്കുന്നത്.
I did it myself. കേട്ടോ? I did it myself. Okay? Okay ആയോ? അപ്പോ I വരുമ്പോൾ myself എന്നും you വരുമ്പോൾ you രണ്ട് തരത്തിൽ you സിംഗുലർ ആണെങ്കിൽ യുവർ സെൽഫ് എന്നും പ്ലൂറൽ ആണെങ്കിൽ യുവർ സെൽഫ്സ് എന്നും ചേർക്കണം. ഹി ആണെങ്കിൽ ഹിംസെൽഫ്, ഹെർ ആണെങ്കിൽ ഹെർ സെൽഫ്, വി ആണെങ്കിൽ our selves, they ആണെങ്കിൽ themselves, it ആണെങ്കിൽ itself. ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ തന്നെ? Yes, ma'am. ഒന്ന് വായിച്ചു എല്ലാവരും. വായിച്ചു കഴിഞ്ഞാ പറയണം കേട്ടോ. കഴിഞ്ഞോ? വായിച്ചു കഴിഞ്ഞോ? Yes, ma'am. വായിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോ സിംഗുലറിന്റെ കൂടെ സിംഗുലർ ആണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കണം? SCLFും പ്ലൂറൽ ആണെങ്കിൽ SLVESും ചേർക്കണം. എന്തില്? റിഫ്ലക്സീവ് പ്രോനൗണിൽ. ഓക്കെയോ? ഓക്കെ. ഇനി ഞാൻ ഒരാള് പറയണം കേട്ടോ. ഒന്ന് പറഞ്ഞേ ആരെങ്കിലും ഇതിന്റെ ആൻസർ. ആരെങ്കിലും ഒരാൾ പറയൂ. The umbrella is yourself. ഇതിന്ന് ഈ ബ്രാക്കറ്റിന്ന് എടുത്താ മതി കേട്ടോ ആൻസർ. Yours. The umbrella is yours. The umbrella is yours അല്ലേ? Yours. ഇവിടെ നിങ്ങൾ എന്ത് ചേർക്കും? ഏത് റിഫ്ലക്സീവ് പ്രോനൗൺ നിങ്ങൾ ചേർക്കും? ഏത് റിഫ്ലക്സീവ് പ്രോനൗൺ ആയിരിക്കും നിങ്ങൾ ചേർക്കുന്നത്? ഐ വരുമ്പോൾ എന്ത് ചേർക്കണം? ഐ വരുമ്പോൾ ഏത് റിഫ്ലക്സീവ് പ്രോനൗൺ ആണ് ചേർക്കേണ്ടത്? പറഞ്ഞോളൂ. മൈസെൽഫ്. എന്താണ്? മൈസെൽഫ് കേട്ടോ. വി ആണെങ്കിലോ? ഇവിടെ വി വാഷ്ഡ്. പറയണെങ്കിലോ? Our selves. കേട്ടോ. ദേ ആണെങ്കിലോ? Themselves.
themselves കേട്ടാ. യു ആണെങ്കിലോ Yourself. യു സിംഗുലർ ആണ് എന്ന് വിചാരിക്ക്. എന്താണ്? Yourself. യുവർ Yourself. സെൽഫ് കേട്ടാ. ഇനി ഹി ആണെങ്കിലോ Himself. ഹിംസെൽഫ്. Himself. ഷീ ആണെങ്കിലോ herself. ഹെർസെൽഫ്. Herself. ഇപ്പൊ ഓക്കെ ആയല്ലോ. Yes, ma'am. ഓക്കെ ഓക്കെ. Okay, ma'am. ഇനി ഇതിൽ സംശയമില്ലല്ലോ. ഇനി ഞാൻ നേരത്തെ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഐ ഡിഡ് ഇറ്റ് മൈസെൽഫ് എന്നുള്ളത്. ഇത് എന്തിന് ഉദാഹരണമായിട്ടാണ് ഞാൻ പറഞ്ഞത്? റിഫ്ലെക്സീവ് പ്രോനൗണിന് ഉദാഹരണമായിട്ടാണ് ഞാനത് പറഞ്ഞത് അല്ലെ. എന്നാൽ എംഫാറ്റിക് പ്രോനൗണിലേക്ക് വരുമ്പോൾ യൂസ്ഡ് ആസ് ഒബ്ജക്ട് ഓഫ് ദ വെർബ് ആൻഡ് ഇറ്റ് റെഫർ ദ സബ്ജക്ട്. ഇപ്പോ ഈ മൈസെൽഫ് എന്നത് ഏത് പ്ലേസിലാണ് കിടക്കുന്നത്? ഒരു ഒബ്ജക്റ്റിന്റെ പ്ലേസിലാണ് കിടക്കുന്നത് അല്ലെ. ഇത് സബ്ജക്റ്റ്, ഇത് ഡിഡ് ഇറ്റ് എന്നുള്ളത്, ഇത് ഹെൽപ്പിംഗ് വെർബാണ് AV അല്ലെ. ഡിഡ് ഇറ്റ് പ്ലസ് ഓ, മനസ്സിലായോ? അതായത് എസ് പ്ലസ് വി പ്ലസ് ഓ എന്നത് ഒബ്ജക്റ്റീവ് അല്ലെ. സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റീവ് വരുമ്പോഴാണ് ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആവുന്നത്. ഈ മൈസെൽഫ് കിടക്കുന്ന ഏത് സ്ഥലത്താണ്? എവിടെയാണ് കിടക്കുന്നത് മൈസെൽഫ്? എവിടെയാണ്? ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് അല്ലെ. അപ്പോ ഈ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഈ മൈസെൽഫിനെ, അതായത് റിഫ്ലെക്സീവ് പ്രോനൗണിനെ എന്തിനു ശേഷം? സബ്ജക്റ്റിന് ശേഷം നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ഒന്നുകൂടെ എന്ത് ചെയ്യണേ? എംഫസൈസ് ചെയ്ത് പറയുകയാണ്, കുറച്ചും കൂടി ഊന്നി പറയാണ്. അത് ഞാൻ തന്നെ ചെയ്തതാണ് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു ഇതാണ് എംഫാറ്റിക് പ്രോനൗണിൽ വരുന്നത്. ഐ കഴിഞ്ഞിട്ട് എന്ത് ചേർക്കാം? ഐ മൈസെൽഫ് ഡിഡ് ഇറ്റ് കേട്ടോ. ഇത് എംഫാറ്റിക് പ്രോനൗൺ ആണ്. ഇത് റിഫ്ലെക്സീവ് ആണ്. റിഫ്ലെക്സീവില് എന്ത് വരികയുള്ളൂ? റിഫ്ലെക്സീവ് പ്രോനൗൺ എന്ന് പറയുന്നത് ഏത് ഒബ്ജക്റ്റിന്റെ സ്ഥലത്തും. എന്നാൽ എംഫാറ്റിക് പ്രോനൗണില് റിഫ്ലെക്സീവ് പ്രോനൗൺ എവിടെ വരികയുള്ളൂ? സബ്ജക്റ്റിന് ശേഷവും വരികയുള്ളൂ കേട്ടോ. ഇതൊന്ന് പറഞ്ഞു നോട്ടെ എനിക്ക്. ഇത് ഏത് പ്രോനൗണിലാന്ന് പറയണം. ഇത് ഏത് പ്രോനൗണിലാണ് കിടക്കുന്നത്? Reflexive pronoun. റിഫ്ലെക്സീവ് പ്രോനൗൺ അല്ലെ. ഇനി ഇതിനെ ഒന്ന് എംഫാറ്റിക് പ്രോനൗണിലേക്ക് ആക്കിയേ. എന്ത് എഴുതണം ഞാൻ ആദ്യം? Themselves told him. വെരി ഗുഡ്. themselves told him. മനസ്സിലായില്ലേ ഇപ്പൊ? എംഫാറ്റിക് റിഫ്ലെക്സീവ് പ്രോനൗണിൽ നിന്ന് എംഫാറ്റിക് പ്രോനൗണിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് അല്ലേ? ഓക്കെ, സംശയമില്ലല്ലോ ആർക്കും ഇതില്? No, ma'am. ഈ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സെൽഫ് എന്ന് ചേർക്കാം കേട്ടോ. ചിലപ്പോ വൺ എന്നൊക്കെ വരും. അപ്പൊ വൺ സെൽഫ് എന്നുള്ളത് ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ. ഐ വെച്ച് ഇനി വേണ്ട ഉദാഹരണം.
ഇനി നമ്മള് കുറച്ചും കൂടി കൂടുതലായിട്ട് അടുത്തത് പഠിക്കാൻ പോകുന്നത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. എന്താണ്? ഒരു ഉദാഹരണോട് ഞാൻ എഴുപത്തേഴ് തന്നേക്കാം. ഹി ഇവിടെ നമ്മൾ എന്ത് ചേർക്കണം? Himself. ഹിംസെൽഫ്. എല്ലാവരും മിടുക്കികളായി അല്ലേ? റിഫ്ലെക്സീവ് പ്രോനൗണിൽ മിടുക്കികളായി അല്ലേ എല്ലാവരും? Yes, ma'am. ഓക്കെ. ഇനി ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ. To show or identify one or a number of nouns. One or a number of nouns that may be far or near, in distance or time. അതായത് ഒന്നോ അതിൽ കൂടുതലോ നൗൺസിനെ അല്ലെ, ഒന്നോ അതിൽ കൂടുതലോ നൗൺസിനെ അതിന്റെ അകലവും അടുപ്പവും അനുസരിച്ച് അല്ലെ, നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു സാധനത്തിനെയും അകലെ ഇരിക്കുന്ന ഒരു സാധനത്തിനെയും നമ്മൾ എങ്ങനെയാണോ ഐഡന്റിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണോ അല്ലെങ്കിൽ എങ്ങനെയാണോ കാണിക്കുന്നത് എന്നുള്ളതാണ്, അതിനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താണ്, ഒരാപ്പിള്, ഒരു കുട്ടിയുടെ കയ്യില് എന്തിരിക്കുന്നു, ഒരാപ്പിൾ ഇരിക്കുകയാണെങ്കില് നമ്മ എന്തെന്ന് പറയണം? ആ കുട്ടി എന്ത് പറയും? കയ്യില് ആപ്പിൾ ഇരിക്കുന്നു അല്ലേ? അപ്പൊ ആ കുട്ടി എന്ത് പറയണം? ഇനി കുറച്ച് അകലായിട്ടാണ്, കുറച്ച് ടേബിളിലാണ്, കുറച്ച് ആപ്പിൾ ഇരിക്കുന്നു, കുറച്ച് ടേബിളില് കുറച്ച് ആപ്പിളുകള് ടേബിളിൽ ഇങ്ങനെ കുറച്ച് അകലെയായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കില് അപ്പോൾ എന്ത് പറയും? നമ്മള് അതിനുള്ളതാണ് പറയാൻ പോകുന്നത്. നിയർ ആണെങ്കിൽ ദിസ് ഉപയോഗിക്കുക, ഫാർ ആണെങ്കിൽ എന്തുപയോഗിക്കണം? ദാറ്റ് ഉപയോഗിക്കുക. ഇത് സിംഗുലറിലും പ്ലൂറലില് ഇത് സിംഗുലറിലാണ് ഉപയോഗിക്കേണ്ടത്, ഇത് രണ്ടും. ഇനി പ്ലൂറൽ ഫോമിലാണെങ്കിലോ, പ്ലൂറലിലാണെങ്കിൽ ദിസ് എന്താവും? ദീസ് ആവും അല്ലെ, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ. ദാറ്റ് എന്താവും? ദോസ് ആവും. മനസ്സിലായോ ഞാൻ പറയുന്നത്? അടുത്താണെങ്കിൽ നമ്മള് ദിസ് ഉപയോഗിക്കുക, അതിന്റെ പ്ലൂറൽ ഫോം ആണെങ്കിൽ എന്താണ്? ദീസ് ഉപയോഗിക്കുക. അകലെ ആണെങ്കിൽ ദാറ്റും എന്താണ്, അതിന്റെ ഒരുപാടുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ ഉണ്ടെങ്കിൽ ദാറ്റ് ഉപയോഗിക്കാം, ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ദോസ് ഉപയോഗിക്കുക. അപ്പൊ ഇതെന്ത് പറയണം? ആ കുട്ടിയുടെ കയ്യില് ആപ്പിൾ ഇരിക്കുന്നത് കൊണ്ട് എന്ത് പറയണം? അപ്പൊ ഈ കുട്ടി എന്ത് പറയും? This is an apple. വെരി ഗുഡ്. ദിസ് ഈസ് ആൻ ആപ്പിൾ. അടുത്താണ് അല്ലെ. ഇനി അകലായതുകൊണ്ട് ഈ കുട്ടി എന്ത് പറയണം? Apples. Those are apples. ഒരാപ്പിൾ ഉള്ളെങ്കില് ദാറ്റ് ഈസ് ആപ്പിൾ എന്ന് പറയാം അല്ലെ. ഒരെണ്ണുള്ളെങ്കില്. ഒരുപാടുണ്ടെങ്കിലോ ദോസ് ആർ ആപ്പിൾസ് അല്ലെ. ദോസ് ആർ ആപ്പിൾസ് അല്ലെ. ഇനി ദിസ് ഈസ് ആൻ ആപ്പിൾ
ആപ്പിളിൽ കുറെ ഉണ്ടെന്ന് വിചാരിക്കേ. ദീസ് ആർ ആപ്പിൾസ് കേട്ടോ. അങ്ങനെയാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ എന്ന് പറയുന്നത്. ഇനി ബുക്കാണെങ്കിലോ, ഒരു ബുക്ക് ഇരിക്കുന്നു, അടുത്തായിട്ട് ഒരു ബുക്ക് ഇരിക്കുന്നു. അപ്പൊ എന്ത് പറയണം? This is a book. This is a This is a book. ദിസ് ഈസ് എ ബുക്ക്. ഒരു മേശയിലാണ്, മേശയുടെ പുറത്ത് ഒരു ബുക്ക് ഇരിക്കുന്നു. എന്ത് പറയുന്നു? കുറച്ചകലെയായിട്ട് മേശയുടെ പുറത്ത്, ഇവിടെ ആള് നിൽക്കുന്നത്. ദാറ്റ് ഈസ് എ ബുക്ക്. book. ഇനി ഇവിടെ എന്താണ്, കുറെ ബുക്കുകൾ ഇരിക്കുകയാണ്. ഒരുപാട് ബുക്കുകളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് കുറെ ബുക്കുകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലെ. തൊട്ടടുത്ത് തന്നെയാണ് ഇരിക്കണത്, നമ്മുടെ അടുത്ത് തന്നെ ഇരിക്കുന്നു അല്ലെ. അപ്പൊ എന്ത് പറയാം? These are books. ദീസ് ആർ ബുക്സ് കേട്ടാ. ഇനി കുറച്ച് അകലെയാണ് ഇരിക്കുന്നതെങ്കിലോ? Those are books. ഒരുപാട് ബുക്കുകൾ. ദോസ് ആർ ബുക്സ്. ഓക്കെ ആയോ? Yes, ma'am. അപ്പൊ ഡെമോൺസ്ട്രേറ്റീവ് പ്രോനൗൺ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, ഇനി എന്തായി? ക്ലിയർ ആയോ? Yes, ma'am. Yes, ma'am. Ma'am. ഇനി ഇൻഡെഫിനിറ്റ് പ്രോനൗണിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്? എ പ്രോനൗൺ വിച്ച് ഡസ് നോട്ട് ഹാവ് എ സ്പെസിഫിക് ഫെമിലിയർ റെഫറൻറ്റ്. ഞാനിങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലെ. ഡസ് നോട്ട് ഹാവ് എ സ്പെസിഫിക് ഫെമിലിയർ റെഫറൻറ്റ്. ഉദാഹരണം, എക്സാമ്പിള്, ഐ സോ സംവൺ. ഈ സംവൺ എന്ന് പറയുന്നത് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു റെഫറൻറ്റ് അല്ല അല്ലെ. ഒരു സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടില്ല അല്ലെ. ഞാൻ ആരെ കണ്ടു? ആരെ കണ്ടത്? ആരെയോ കണ്ടു അല്ലെ. സംവൺ അല്ലെ. നമുക്ക് എന്താണ് അതിനെ കുറിച്ചൊരു സ്പെസിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ടോ? ഇല്ല അല്ലേ. അങ്ങനെ ഒരു സ്പെസിഫിക്കേഷൻ അവിടെ തന്നിട്ടില്ല. ഐ സോ സമ്മൺ എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് ഫെമിലിയർ ആയിട്ട് നമുക്ക് പരിചയമുള്ള ഒന്നും തന്നെ അവിടെ ഇല്ല. ആരോ അല്ലെ. ഐ സോ സമ്മൺ എന്താണ്? somebody called me. അല്ലേ? somebody called me അല്ലെ. നമ്മുടെ ഫോണിൽ ഒരു കോൾ വന്നു അല്ലെ. എന്താണ്? അനോമിനസ് ആയിട്ടുള്ള ഒരു നമ്പർ വന്നു അല്ലെ. നമുക്ക് അറിയാത്തൊരു നമ്പർ വന്നു. അപ്പൊ നമ്മൾ എന്ത് പറയുന്നു? somebody called me. അത് നമുക്ക് ആരാണെന്ന് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരാണെന്നുള്ളത് ഇല്ല അല്ലെ. അത് തന്നെയാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത് കേട്ടോ. somebody called me അല്ലെ. many were injured. many were injured. ആർക്കൊക്കെ പരിക്ക് പറ്റിയെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? ആർക്കൊക്കെയോ അല്ലെ. മെനി അല്ലെ. ഒരുപാട് ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്. അതിൽ ആർക്കൊക്കെയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ മെനി were injured അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രോനൗൺസിനെയാണ്, അതായത് ഒരു സ്പെസിഫിക്കേഷൻ കിട്ടാത്ത പ്രോനൗൺസിനെയാണ് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്നത്. അതില് ഏതൊക്കെ വരുമെന്നോ? എവരിത്തിങ്, all, each, none, enough, no one. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് somebody, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് someone, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല്
എന്ത് ഇതൊക്കെ എന്തിൽ ചേർക്കാൻ പറ്റും? നമുക്ക് എന്തില് എവറിത്തിങ് അല്ലെ? എന്താണ് ഇൻഡെഫിനിറ്റ് പ്രോനൗണിൽ അല്ലെ? ഓൾ ആർ കമ്മിങ്, ഓൾ ആർ കമ്മിങ് അല്ലെ? എല്ലാവരും വരുന്നു എന്ന് പറയുമ്പോ ആരൊക്കെ വരുന്നു അറിയാൻ പറ്റണ്ട? ഇല്ല അല്ലെ? എല്ലാവരും വരണം. അതിൽ ആരൊക്കെയാണെന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല അല്ലെ? എവറിത്തിങ് ഷുഡ് പ്രസന്റ് അല്ലെ? എല്ലാവരും പ്രസന്റ് ആയിരിക്കണം പറഞ്ഞു അല്ലെ? ഈ എവറിത്തിങ്ങില് എന്താണ് എന്താണെന്നൊന്നും പറയുന്നില്ല, പ്രത്യേക സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നില്ല. ഈച്ച് സ്റ്റുഡൻസ് അല്ലെ? ഈച്ച് സ്റ്റുഡൻസ് വിൽ കം ദിസ് സെമിനാർ അല്ലെ? എല്ലാ സ്റ്റുഡൻസും ഈ സെമിനാറിൽ വരും എന്ന് പറഞ്ഞു അല്ലെ? ഓരോ സ്റ്റുഡൻസും അല്ലെ? അപ്പൊ ഈ ഓരോ സ്റ്റുഡൻസിലും നമുക്ക് പറയാൻ പറ്റില്ല ആരെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ എന്തിൽ വന്നിരിക്കുന്നത്? ഏത് പ്രോണൗണിൽ വന്നിരിക്കുന്നത്? ഇൻഡെഫിനിറ്റ് പ്രോണൗണില് വന്നിരിക്കുന്നത്. കേട്ടോ? അപ്പൊ എല്ലാവർക്കും ഇത്രയും ക്ലാസ്സുകൾ മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം കേട്ടോ. പറയണം കേട്ടോ. ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? നോട്ട് തന്നിട്ടുണ്ട് ഇതിന്റെ? നോട്ട് ഞാൻ അയച്ചു തന്നേക്കാം കേട്ടോ. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഓക്കെ എന്നാ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കാണാം കേട്ടോ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. ഓക്കെ, ഗുഡ് നൈറ്റ്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ഓക്കെ, വെൽക്കം ഓൾ. ഗുഡ് നൈറ്റ്.